എല്ലാവർക്കും കാർ പാലസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാർ പാലസിലാണുള്ളത്. കാർ പാലസിൽ നമ്മൾ കുറച്ച് മാറ്റുകളാണ് പരിചയപ്പെടുന്നത്. എല്ലാവർക്കും മാറ്റ് ആവശ്യമാണ്. നമ്മുടെ കാർ മേടിച്ച് നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഒന്ന് ഷോറൂമിൽ നിന്ന് മേടിക്കും, അല്ലെങ്കിൽ നമ്മൾ പുറത്തു നിന്ന് എവിടെയെങ്കിലും ഒരു മാറ്റ് മേടിച്ചിട്ട്. കാരണം നമ്മുടെ കാർ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കണം. അത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. വൃത്തിയായിട്ട് നമ്മൾ എത്രത്തോളം വൃത്തിയായിട്ടിരിക്കുന്നു അത്രത്തോളം നമ്മുടെ കാർ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എല്ലാവരും. പ്രത്യേകിച്ച് ഒരു കാർ മേടിക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റുകൾ നമ്മൾ പണ്ട് പോലെ കാണുന്നതാണ്. ഒരു നോർമൽ രീതി, ജസ്റ്റ് ഫ്ലോറിൽ കുറച്ച് ഏരിയ മാത്രമേ കവർ ചെയ്യത്തുള്ളൂ. അതാണ് ഈ ഒരു മാറ്റിൻ്റെ പ്രശ്നമായിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടും കിട്ടും, അല്ലാതെ റബ്ബർ ഫിനിഷിൽ കിട്ടും, അല്ലാത്ത നോർമൽ ഒരു ഫിനിഷിലും കിട്ടും. പിന്നെ ഇത് നമ്മുടെ ഫാബ്രിക്കിലും ഇപ്പോഴല്ല, നേരത്തെ തൊട്ട് അവൈലബിൾ ആണ്. ഈ മാറ്റിൻ്റെയൊക്കെ കാലം സത്യം പറഞ്ഞാൽ കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇത്തരത്തിലുള്ള മാറ്റുകൾ ഇപ്പം യൂസ് ചെയ്യുന്ന അത്യാവശ്യം നല്ലൊരു കാറിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണെന്ന് തന്നെ പറയാം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മാർക്കറ്റിൽ കണ്ടതാണ് 3D മാറ്റുകൾ. 3D മാറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് ഒരു 3D മാറ്റ്. 4D മാറ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് വലിയ വ്യത്യാസം നമുക്ക് എടുത്ത് പറയാനില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലോറിൽ നിന്ന് കുറച്ചുകൂടെ ഒരു ഷേപ്പ്, ആ ഒരു ഫ്ലോറിൻ്റെ ഷേപ്പ് കുറച്ചുകൂടെ നമ്മുടെ മാറ്റിലേക്ക് കൊണ്ടുവന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ബഡ്ജറ്റ് വൈസ് നോക്കുമ്പോൾ 3D മാറ്റൊക്കെ ഒരു കുറഞ്ഞൊരു ബഡ്ജറ്റിൽ നമുക്ക് മേടിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റാണ്. പക്ഷേ കറക്റ്റായിട്ട് ആ ഒരു ഫ്ലോറിൽ ഫുള്ള് ഫിറ്റായി കിടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ലെന്ന് തന്നെ പറയണം. അതാണ് 3D കഴിഞ്ഞ് 4D ഇറങ്ങി, 5D ഇറങ്ങി, 7D ഇറങ്ങി. 7D ആകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് കാണിക്കാം മാറ്റൊക്കെ. അപ്പോൾ ഇതൊരു 3D മാറ്റാണ്. 3D മാറ്റ് കണ്ടല്ലോ. 3D മാറ്റ് നമ്മുടെ ഫ്ലോറിൽ നിന്ന് കുറച്ചുകൂടെ ഒരു സൈഡ് കിട്ടും നമുക്ക്. അതാണ് 3D മാറ്റിൽ നമുക്ക് കിട്ടുന്ന ആകപ്പാട് അഡ്വാൻറ്റേജ്. 4D മാറ്റിലാകുമ്പോൾ ഇച്ചിരി വലിപ്പമുണ്ട്. ഈ ഒരു സൈഡ് വാളിന് കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ടാവും. അപ്പോൾ 7D മാറ്റൊക്കെ വരുമ്പോൾ ഞാൻ കാണിച്ചിട്ട് എത്രത്തോളം വ്യത്യാസം ഈ 3D മാറ്റിൽ നിന്ന് അതിൽ നിന്ന് വരും. പ്രൈസ് ബേസ് വ്യത്യാസമുണ്ട്. കാരണം പ്രോഡക്റ്റ് അത്രത്തോളം പ്രീമിയമാണ്, അത്രത്തോളം വളരെ ഇമ്പ്രൂവ്ഡ് ആണെന്ന് പറയാം. അത് കാണിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കാണിക്കാൻ മറന്നുപോയി. ഇതും ഒരു 3D മാറ്റാണ്. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ലക്ഷറി കാർ ഇടാൻ തോന്നുന്നു. കാരണം അത്രത്തോളം മെറ്റീരിയൽ ക്വാളിറ്റി വളരെ ഹെവിയാണ്. ഒരു റബ്ബർ ഫിനിഷാണ്. പിന്നെ അതിനകത്തുള്ള ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലും വളരെ പ്രീമിയമാണ്. ഇത് ഇച്ചിരി പ്രൈസ് ആവുന്നതാണ്. പക്ഷേ എങ്കിലും 3D മാറ്റെന്ന് പറഞ്ഞൊരു ഫീൽ വരുമ്പോൾ കുറച്ച് പ്രീമിയം എന്നൊരു റേഞ്ചിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ പ്രോഡക്റ്റാണ് കേട്ടോ. ഇതൊരു 3D മാറ്റ് തന്നെയാണ്. ഇനി നമ്മൾ അടുത്ത 4Dയും പ്രത്യേകിച്ച് വലിയ വ്യത്യാസം എടുത്ത് പറയാനില്ല. നമുക്ക് നേരിട്ട് 7D മാറ്റിലേക്ക് പോകാം. ഓരോ മാറ്റ് നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഓരോ മാറ്റിനും നമുക്ക് ഓരോ ബ്രാൻഡ് വൈസ്, ഓരോ പ്രോഡക്റ്റ് വൈസ്. ഇപ്പം സിയാസിന് ഉപയോഗിക്കുന്ന മാറ്റല്ല നമുക്ക് സെലേരിയയിലേക്ക് വരുമ്പോൾ ഉപയോഗിക്കുന്നത്. എല്ലാത്തിനും എന്ന് വെച്ചാൽ അകത്തുള്ള ഡയമെൻഷൻ എല്ലാ വണ്ടിക്കും വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ മാറ്റ് ഏത് വണ്ടിക്കാണ് ആവശ്യം അത് തന്നെ ചോദിച്ച് തന്നെ വാങ്ങണം. ഇപ്പോൾ 7D മാറ്റിലേക്ക് വരുമ്പോൾ ഇതൊരു 7D മാറ്റാണ്. നമ്മൾ നേരത്തെ കണ്ട മാറ്റുമായിട്ട് രാപകൽ വ്യത്യാസമുണ്ട്. കണ്ടല്ലോ. അപ്പം ഇത് നോർമൽ ഈ ഫ്ലോറിൽ നമുക്ക് അഡീഷണൽ ഒരു മാറ്റ് കൂടെ ഉണ്ട്. ഈ ഒരു മാറ്റ് നമുക്ക് ക്ലിപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇതിൽ ഫിക്സ് ചെയ്തേക്കുന്നത്. ഈ ഒരു ഭാഗം മാത്രം നമുക്ക് ഇളക്കി ക്ലീൻ ചെയ്യാൻ സാധിക്കും. ബാക്കി എല്ലാ ഭാഗവും നമ്മൾ ലെതറേറ്റിലാണ് ഈ ഒരു പ്രോഡക്റ്റ് ഉള്ളത്. അതുകൊണ്ട് നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമ്മുടെ കാറിനകം എങ്ങനെ ക്ലീൻ ചെയ്യുന്നോ ആ ഒരു സ്പ്രേ ഉപയോഗിച്ചാൽ നമുക്ക് ഈ ഒരു മെറ്റീരിയലിലും വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം. ജസ്റ്റ് ഒന്ന് വാക്വം ചെയ്ത് ആ പൊടിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം വളരെ ഈസി ആയിട്ടൊരു വെറ്റ് ക്ലോത്ത് കൊണ്ട് പോലും ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റാണ്. പിന്നെ അതുപോലെ നമ്മുടെ വാൾ തിക്നെസ് കണ്ടല്ലോ, ഇത്രത്തോളം സൈഡ് തിക്നെസ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ കാറിനുള്ള ക്ലോത്തിനകത്ത് യാതൊരു ഡാമേജസോ അഴുക്കോ കാര്യങ്ങളൊന്നും ഒരിക്കലും കയറിയിരിക്കാനുള്ള ഒരു ചാൻസ് വരുന്നത്. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അത്രത്തോളം പ്രൊട്ടക്റ്റഡ് ആയിട്ട് വെക്കാം. അതുപോലെ ഓരോരോ സൈഡിൽ വെൽക്രോവും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഏരിയയും കവർ ചെയ്ത് വളരെ പെർഫെക്റ്റ് ആണെന്ന് വെച്ചാൽ ഇളകി പോകുമെന്നുള്ള ഒരു പേടി വേണ്ട. അപ്പം ഇത്രയും ഒരു ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് നമുക്കൊരു പ്രശ്നം വരും. ഈ ഹൈറ്റ് ഇങ്ങനെ വളഞ്ഞു പോകുമോ, അതിന് ഒരു അഡീഷണൽ ഒരു ക്ലിപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു പ്ലാസ്റ്റിക് സൈഡിലേക്ക് അകത്തോട്ട് കയറ്റി വെക്കാറാണ് ഈ ഒരു ക്ലിപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലിപ്പ് കയറ്റി വെക്കുമ്പോൾ ഒരു കാരണവശാലും ഈ ഒരു പ്രോഡക്റ്റ് ഇങ്ങനെ തള്ളി അകത്തോട്ട് വന്ന് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ കാലിൽ ഉടക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നത്. ഇത് ഇത്ര വലിയ മാറ്റാണെന്നുള്ള പ്രശ്നം പലരും പേടിക്കും. കാലിനകത്ത് ഉടക്കുകയോ അല്ല ആക്സിലേറ്റർ ഉടക്കിയിരുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അങ്ങനെ യാതൊരു പ്രശ്നം വരത്തില്ല. ഇങ്ങനെയുള്ള വെൽക്രോമും അതുപോലെ അഡീഷണൽ ക്ലിപ്സും കാര്യങ്ങളും എല്ലാം ഈ ഒരു മാറ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫിനിഷസിൽ വ്യത്യാസമുണ്ട്. ഇതൊരു ഫിനിഷാണ് വരുന്നത്, ഇത് മറ്റൊരു ഫിനിഷാണ്. പിന്നെ കളറിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ബീച്ചും ബ്ലാക്കും ഒക്കെയാണ് കോമൺലി വരുന്നത്. ബ്രൗൺ ഷെയ്ഡ്സും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ ഉണ്ടല്ലോ അതിനകത്തുള്ള മാറ്റിലും ഷെയ്ഡ് വേരിയേഷൻ നമുക്ക് കിട്ടും. അതുപോലെ സ്റ്റിച്ചിങ് വേരിയേഷനും കിട്ടും. ഇതൊക്കെ കുറച്ചൊരു പ്രീമിയം ഫീലിലുള്ള സ്റ്റിച്ചിങ്. ഇത് ഏത് വണ്ടിയുടെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അൽക്കസാറിന് വരുന്നതാണ് കേട്ടോ. അൽക്കസാർ 7 സീറ്ററിനും എല്ലാ വണ്ടിക്കും, ഏത് ഇന്നോവ ഉണ്ട്, ക്രിസ്റ്റയ്ക്ക് വരുന്നുണ്ട്, 7 സീറ്റർ വണ്ടികൾക്ക് വരുന്നുണ്ട്. എല്ലാ വണ്ടിയും മെഴ്സിഡീസിനും BM-നും എല്ലാ ബ്രാൻഡിനുമുള്ള എല്ലാ വണ്ടികൾക്കുമുള്ള എല്ലാ 7D മാറ്റ്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ലൊരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാർ പാലസിൽ വന്നാൽ ഈ പ്രോഡക്റ്റ് എല്ലാം കാണാൻ വാങ്ങിക്കാനും പറ്റും.